ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ ഈ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിലെ എല്ലാ പദ്ധതികളും ഇതിനകം തന്നെ ഈ 60:40 എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിലടക്കം ആ രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊരു വാദം അങ്ങ് കേട്ടല്ലോ. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലും അങ്ങനെ സംസ്ഥാനത്തിന് കൂടി തുല്യമായ ബാധ്യത, തുല്യബാധ്യതയല്ല ശരിക്കും ബാധ്യതയാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനാകുന്നുണ്ട്. പക്ഷേ അതാണ് കേന്ദ്രം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പദ്ധതി നിർത്തിവെക്കാൻ, തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെക്കാൻ നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ബില്ലിൽ ഏറ്റവും തിരക്കേറിയ കാർഷിക ദിവസങ്ങളിൽ 60 ദിവസങ്ങൾ വരെ പദ്ധതി മരവിപ്പിക്കാം എന്നൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ഇത് ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? അല്ല, ആ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പോൾ അരമണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്തിട്ട് നമ്മളതിന്റെ ഉള്ളടക്കത്തിലേക്ക് അല്പം മാത്രമേ കടന്നുള്ളൂ. നമ്മളിപ്പോ എംപിമാരുടെ കടമകൾ അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ വലത് നിരീക്ഷണം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എനിക്കറിയില്ല എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ കടമകളെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ ഒഫൻസീവായിട്ട് പറയുന്നതല്ല കേട്ടോ. എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. എന്താണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു നിമിഷം പെട്ടെന്ന് പറയണം. പിന്നെ ഇത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ചർച്ചകളാണ് വേണ്ടത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതിൽ തെറ്റുകളുടെ തിരുത്താൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് തമ്മിൽ പരിചയമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ നാട്ടുകാരായിരിക്കും. അദ്ദേഹം പറഞ്ഞ അല്ല, ഞാൻ എന്റെ സമയം വേണമെങ്കിൽ അങ്ങനെയൊക്കെ തരാം. തോന്നുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് സമയം വേണ്ട, ഞാൻ പറയാം. അതായത് കുറച്ചു കാലമായിട്ട് മാധ്യമ അപ്പോ ഇന്ത്യയില് ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാനൊന്നും നിഷേധിക്കാൻ തറക്കുന്നില്ല. പറഞ്ഞു. അല്ല, ഇത് നമ്മള് പല സ്ഥലത്തുനിന്ന് അപ്പൊ ഇരിക്കട്ടെ, ഇനിയിപ്പോ നമ്മൾ സമയം കളയണ്ട. വോയിസ് വരുമ്പോ എല്ലാം കൂടെ ഇത് ഓവർലാപ്പ് ചെയ്യും. അപ്പൊ അത് ഇത്ര ഒരു പ്രാഥമികമായ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അവിടെ നിയമനിർമ്മാണം നടക്കേണ്ടുന്ന സഭയാണ്. അവിടെ ഭരണപക്ഷ MP മാരും പ്രതിപക്ഷ MP മാരും തമ്മിലുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തിന് ഗുണപരമായ രീതിയിലുള്ള നിയമങ്ങൾ രൂപപ്പെടുകയുമാണ് വേണ്ടത്. ഇത് നിയമനിർമ്മാണമാണ് ഒരു MP-യുടെ ചുമതല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. ഇത് പല പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ MP-മാർ ശ്രദ്ധിക്കുന്നത് മറ്റു പല കാര്യങ്ങളിലാണ് എന്ന് താങ്കള് ഈ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിനെ കുറിച്ചുള്ള ധാരണ, പാർലമെന്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ താങ്കൾ ഉത്തരം പറഞ്ഞത്. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ചിട്ട് 3 എണ്ണം കൂടിച്ചേരുന്നതാണ്. അത് എപ്പോഴും മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അത് 1 ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, 2 രാജ്യസഭയാണ്, 3 ലോക്സഭയാണ്. ഇത് 3ഉം കൂടെ കൂടിയതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ദയവായി, ഞാൻ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. മറ്റതെല്ലാം നമ്മളിങ്ങനെ ഞാൻ ഒരുപാട് കോളേജിലൊക്കെ പ്രസംഗ മത്സരത്തിന് പങ്കെടുപ്പ് പറയുന്നതാണ്. ഞാൻ താങ്കൾ അവമാനിക്കാൻ പറയുന്നില്ല, ആ ഭാഗം വിട്ടേക്കും. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യത്തിന് ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് 79, 80, 81 ഇത് 3 അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി. പാർലമെന്റ് എന്ന് പറഞ്ഞാല് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റ് ആയിക്കോട്ടെ, എത്തിയിട്ടില്ല, എത്തണം. അതൊക്കെ അത്യാവശ്യം നോക്കി വരണമെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളിത് പഠിക്കണം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ എന്റെ ഭാഗം വിശദീകരിച്ചത് പബ്ലിക് ഡൊമൈനിനകത്തുണ്ട്. ഞാൻ പറയുന്നത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളൊരു ധാരണ ലോക്സഭ രാജ്യസഭ മാത്രമാണ്. ഞാൻ ഇരിക്കട്ടെ, ചെറിയ കാര്യം വരും. താങ്കൾ ഇങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സമയം നിങ്ങളെ സമയം ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇത്രയും ആയിക്കോട്ടെ, ഇത്രയും സമയം എടുത്ത് താങ്കൾ അങ്ങ് ഈ ബില്ല് കണ്ടിട്ടുണ്ടോ? ഇത് ശരിക്കും നോക്കിയിട്ടുണ്ടോ?
ഞാൻ അങ്ങനെ ചലഞ്ച് ചെയ്ത് പറയുന്നല്ല കേട്ടോ. എന്റെ ഒരു സൗണ്ട്, ഒരു കണ്ണൂർക്കാരന്റെ സൗണ്ടിന്റെ ചിലപ്പോൾ കുറച്ച് ഇതുകൊണ്ടാവാം. നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കാണണമെന്നില്ല. ഞാൻ തന്നെയും സ്മൃതിയെ പോലെ ഒരാൾ ചർച്ചയ്ക്ക് ഓടിച്ചു. കാരണം അവർ കുറെ ദിവസമായി LDF തോറ്റതിന്റെ ആഘോഷമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, സ്മൃതി പ്രത്യേകിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ചർച്ചക്കൊന്നും പോകാന്ന് വെച്ചു എന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾക്കൊന്നും സാധാരണ നിങ്ങൾ സമ്മതിച്ച കാര്യമാണ്. തോറ്റതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് പൂർണ്ണമായും പുറത്തേക്ക് പറയാത്തതാണ്. നമ്മൾ ചർച്ച ചെയ്തല്ലേ പറ്റും. നോക്കി നമ്മളെ ഞാൻ പറഞ്ഞ സ്മൃതിക്ക് കുറെ ദിവസം അതിന്റെ പുറത്തൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ ഒരു വിഷയം മാറി. ഇതിനകത്ത് പറയോ ഈ മന്നരേഖ എന്ന ഞാൻ നിങ്ങൾക്ക് കുറച്ച് സന്തോഷം അപ്പൊ അത് വിട്ടേക്കോ. അത് അങ്ങനെ പറയരുത്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാനൊരു പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷം വേണ്ടവരോട് പറഞ്ഞാണ്. എനിക്ക് നിങ്ങളെപ്പോലെ എല്ലാ ആംഗേഴ്സിനോടും ബഹുമാനാണ്. ഞാൻ അതിരിക്കട്ടെ. ഞാൻ പറയുന്നതറിയോ, ഇതിനകത്ത് ഈ പറയാവുന്ന അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഈ പദ്ധതിയുമായി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിലവിലുള്ള നിയമത്തിനകത്ത് ഭേദഗതി മതിയായിരുന്നു. എത്രയോ തവണ ഈ വിഷയം ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ചയ്ക്ക് വന്നു. എല്ലാ ബജറ്റിന്റെ സമയത്തും നിങ്ങൾ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ബജറ്റ് ചർച്ച എടുത്തു നോക്കുക. അതൊക്കെ കിട്ടും, സെർച്ച് ചെയ്താൽ കിട്ടും. അതിനുശേഷം പിന്നെ അപ്രോപ്രിയേഷൻ ബില്ലുകൾ വരും. ആ സമയത്ത് എല്ലാം തന്നെയും ഉയർന്നു വരുന്ന ഒരു ചർച്ചയാണ് ഈ മന്നരേഖ എന്ന് പറയുന്നത്. ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഒരാൾ പോലും ഇത്രയും കാലത്തിനുള്ളിൽ ഈ ചർച്ചകളിലൊന്നും ഇതിന്റെ അനുപാതം മാറ്റി ഇതിനെ ആകെ റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ഒരിടത്തോലും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇത് മുഴുവൻ ഇത്രയും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നില്ല. ഇത്രയും MP-മാർ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. അങ്ങനെ എല്ലാ MP-മാരുടെയും ചർച്ചകൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്ത് ആരും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ആകെ ഉടച്ചു വാർക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗ്യാരണ്ടി അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ സാധാരണ മനുഷ്യർക്ക്, അൺസ്കിൽഡ് ലേബേഴ്സിന്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമായിരുന്ന ഒരു കാര്യം. ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് 400, കേരളം 369. അപ്പൊ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഭീകരമായിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാനതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ വലിയ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ മറ്റൊരു സ്കീമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. മഹാത്മാഗാന്ധിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വികസിത ഭാരതത്തിന്റെ ഇവരുടെ യാത്രക്കകത്തേക്ക് ആ രാഷ്ട്രപിതാവിന്റെ പേര് നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും തർക്കമുണ്ട്. അത് 20 കൊല്ലം പഴയ, അല്ലെ 9 കണക്കാക്കിയാൽ അത്ര പഴക്കം ഉണ്ടാവില്ല. ഒരു പഴക്കമുള്ളൊരു കാര്യമായതുകൊണ്ട് മാറ്റി എന്നൊക്കെ പറയുന്നത് ഒരു നല്ല ന്യായമാണോ? ന്യായീകരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ആ കാര്യം ആലോചിക്കുന്നതാണ് എന്റെ അഭ്യർത്ഥന. വാസ്തവത്തില് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പ്രായോഗികമായി അത് അവസാനിച്ചു. സംസ്ഥാനങ്ങളുടെ മേൽ, കേരളത്തിന്റെ കാര്യം പറയാൻ ഞാൻ കൂടെ ബാധ്യസ്ഥരാണല്ലോ, 1600 കോടി വരുന്നു. അത് തമിഴ്നാടിനുണ്ടാവും, ബംഗാളിൽ. ഇനി അടുത്ത കാര്യം എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ, ചരടുകൾ വെച്ചുകൊണ്ട് ഇംപ്ലിമെന്റേഷന്റെ കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരും അടുത്ത ഘട്ടത്തിൽ. അതാണ് അടുത്ത പ്രശ്നം. ഇപ്പൊ റോഡ് ഉണ്ടാക്കി, അപ്പൊ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എഴുതി വെക്കണം എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം വരും, ആ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം വരും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനകത്ത് ചില സമയത്ത് ചില ഡിലേ ഉണ്ടായി എന്ന് പറയും. അപ്പൊ ആ ഫണ്ട് നിഷേധിക്കും. അപ്പൊ ഫലത്തിൽ സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? മന്നരേഖയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ, കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തപ്പോ ഇന്ത്യയുടെ പാർലമെന്റിലോ വല്ല എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നോ ഇത് മാറ്റാനുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നോ? ഇപ്പൊ പറഞ്ഞല്ലോ സംസ്ഥാനങ്ങളിൽ ഒന്നും എതിർപ്പില്ല. ഏതെങ്കിലും സംസ്ഥാനം ഇത് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? സത്യത്തിൽ ഭരണപക്ഷത്തിരിക്കുന്ന പലർക്ക് പോലും ഒരു ഷോക്കായിരിക്കുന്ന ഒരു ബില്ലുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത് പാസ്സാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ഇതിന്റെ ആഘാതം എന്ന് പറയുന്നത് ഇത് ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ മേലുള്ള ഇത് വർദ്ധിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ആ 2 മാസക്കാലം ഇവർക്ക് കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടായി. സ്പെസിഫൈഡ് ആയിരിക്കുന്ന സമയത്തും സ്ഥലത്തും ഒക്കെ അത് ആ വർക്ക് മാത്രം നടത്തേണ്ട സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ സാധാരണഗതിയിൽ ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന, മറ്റത് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മള് മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ JNUവിന്റെ പേര് ഞങ്ങൾ ഔദാര്യം പോലെ നിർത്തുന്നില്ലോ എന്നൊക്കെ തർക്കിച്ച ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ കാര്യത്തിൽ ഒരു അശക്തനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചർച്ച കൊണ്ടുപോകരുത്. നിങ്ങൾ എല്ലാവരും ഈ ബില്ലിനെ ന്യായീകരിക്കുന്ന, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അനുരാജൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കള്
അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ പഠിച്ചാൽ, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് വളരെ അപകടം ഒളിഞ്ഞിരിപ്പുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കപ്പെടും. നമ്മുടെ സംസ്ഥാനത്തിന്റെ 1600 കോടി കേരളം പോലൊരു സംസ്ഥാനം തൊഴിലിന് വേണ്ടിയിട്ട് ഇപ്പൊ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് എന്തിനാണ്? ഇപ്പൊ കേന്ദ്രത്തിന്റെ സാധാരണഗതിയിൽ നമ്മൾ നികുതിപ്പണം കൊടുക്കുന്നവരല്ലേ? അപ്പൊ അത് ഈ സംസ്ഥാനത്തിന് കിട്ടിയവിടെ വല്ല കുഴപ്പമുണ്ട്? എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പോകുന്നത്? കേരളത്തിൽ ഈ പദ്ധതി എത്ര വലിയ മാറ്റങ്ങൾ ഗ്രാമീണ മേഖലകത്ത് ഉണ്ടാക്കി, തമിഴ്നാട്ടിനകത്ത് ഉണ്ടാക്കി, പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കി. എന്തിനാണ് ഇപ്പൊ ഈ ഓരോന്നിനും ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഫെഡറൽ സംവിധാനത്തോട് വലിയ ബഹുമാനമുള്ള ഒരു സംവിധാനം അല്ല BJP എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ, അനുരാജ് രാഷ്ട്രീയ നിരീക്ഷകനായതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ തന്നാൽ 1951 ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു തരാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, യൂണിലാറ്ററൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് രാജ്യത്തിന് അഭികാമ്യം, അല്ല ആവശ്യം. ഫെഡറൽ സംവിധാനം ഭാഷാടിസ്ഥാനത്തിലുള്ളത് ദേശീയതക്ക് വിഘാതമാണ്. ലൈനാണ് എഴുതിയിരിക്കുന്നത്. ആ ലൈനിൽ ഇപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇപ്പോഴും ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് അതാണ്. RSSന്റെ ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങേക്ക് അറിയാം, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. ജനസംഘത്തിന്റെ ഒരു പല നിലപാടുകളും തിരുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ ഇനി വീണ്ടും ഇത് അല്ല എന്റെ ദൈവം, ജനസംഘം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയാണോ കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെ നോക്ക് ഞാൻ പറഞ്ഞ നമ്മള് ദൈവമേ അല്ല, അങ്ങ് അത്രയെങ്കിലും ഒരു പ്രാഥമിക ജ്ഞാനം കാണിച്ചതിൽ എനിക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിങ്ങനെ നോക്കൂ. അല്ലല്ല, അതിങ്ങനെ ആയിരിക്കില്ല. ജനസംഘത്തിന്റെ രീതിയാണ് ഇപ്പോൾ ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു തരാം. ഇത് ആക്രമണത്തോടെ സ്വഭാവത്തോടെ സംസാരിക്കുന്നത്. ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ത് കേൾക്കാൻ മാനിഫെസ്റ്റോ അയച്ചു തരണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? 51 പിന്നെ അല്ലാതെ വേറെന്താ? 51 ആ മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായ ഓരോ നിലപാടുകളും പരിശോധിച്ച് ഇവിടം വരെ എത്തുമ്പോ ദേശീയ പതാക 2002 ഉയർത്തിയ ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളെ പോലെ തന്നെ ഒരു കണ്ണൂർക്കാരനാണ് നിങ്ങളുടെ രാഷ്ട്രീയ യാത്രയൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാം. വല്ലാതെ കടന്നാക്രമിക്കുന്നുണ്ടാണ്. നിങ്ങൾ ഏതൊരു കണ്ണൂർ പോരായി മാറേണ്ടതില്ല. ഞാൻ കടന്നാക്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അത് അങ്ങേക്ക് ജനസംഘത്തിന്റെ ആശയം BJPക്കുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അപമാനമായി രാഷ്ട്രീയം ഞാൻ പറയുന്നത് ഒരു കാര്യം, ഒരു പ്രശ്നം, രാഷ്ട്രീയം നോക്കൂ, അതൊക്കെ ഇരിക്കട്ടെ, ആംഗലൊക്കെ ഇരിക്കട്ടെ. ഞാനാകെ പറഞ്ഞത് ഇവിടെ ഒരാൾ ചോദിച്ചു റോൾ എന്താന്ന് ചോദിച്ചു. അത് ഞാൻ മറുപടി പറഞ്ഞില്ല. എന്റെ ഊഴം വരുമ്പോൾ പറയാന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കറിയാം താങ്കൾക്ക് മാനിഫെസ്റ്റോ അയക്കാൻ ഇത്ര മോശമാണ്. ഇതിലിത്ര അങ്ങേക്ക് എത്ര ദ്രോഷം കൊള്ളാനുള്ള ശരി, ജനസംഘത്തിന്റെ നോക്കൂ, നേതാക്കളെ കുറിച്ചോ വ്യക്തിപരമായ ഏതെങ്കിലും നേതാവിനെ കുറിച്ചല്ലോ പറഞ്ഞത്, ആശയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. ആ ആശയം
ജനസംഘത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ അയച്ചു വരാമെന്ന് പറയുമ്പോൾ ഇത്രയും നാണക്കരാണോ? സന്തോഷം ചോദിക്കാം. ഈ ചർച്ചയിൽ ഇന്ത്യൻ പാർലമെന്റ് അറിയില്ല, രാജ്യസഭ എം പി ആയിട്ട് കണ്ണൂർന്ന് പോയ ഒരാളാണ്. രാജ്യസഭ എന്താണ്, അല്ലെങ്കിൽ പാർലമെന്റ് എന്താണ്, പ്രസിഡന്റിന്റെ റോൾ എന്താണ്, പാർലമെന്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടാണല്ലോ. ശ്രീ അനുരാജ്, അങ്ങ് പാർലമെന്റിനെ കുറിച്ച് പാർലമെന്റ് എങ്ങനെയാകണമെന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഒരു മിനിറ്റ് ശ്രീ സന്തോഷ് കുമാർ, ഒറ്റ മിനിറ്റേ ഉള്ളൂ. ശ്രീ സന്തോഷ് കുമാർ പ്ലീസ്. You have no right to question me. പാർട്ടി ക്ലാസ് ധരിക്കരുത്. Debate with Smriti Parittikad.